നമ്മളിപ്പോ ഒന്നും അറിഞ്ഞിട്ടില്ല. ഇവിടെ ഒരു സ്വന്തക്കാരെ വീട്ടിൽ വന്നപ്പോ വെറുതെ അങ്ങോട്ടൊന്ന് കയറി. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. വണ്ടിക്കാരും വന്നില്ലേ? ആഹാ, എന്താണ് രണ്ടാളും കൂടെ നടന്ന്? ആ, ഞങ്ങള് ശ്രീധരേട്ടന്റെ സ്വന്തക്കാരെ വീടുണ്ട് ഇവിടെ. അവിടെ ഒന്ന് വന്നതാ. ഇവിടെ ആരാണ് ശ്രീധരേട്ടന്റെ സ്വന്തക്കാര്? അതെ, അതൊന്നും ഒരു സ്വന്തക്കാരാ. അല്ല, ഇന്ന് ഇവിടെ ഒരാളെനിക്കൊന്നും ഇല്ലേ? ഒന്നും പറയണ്ട, നേരം വെളുത്തപ്പോ പോലെ റീച്ചാട്ടുവാ. കച്ചവടമൊന്നും ഇല്ല. അമ്മാന്റെ കടയിൽ നിന്ന് മുടക്കായതുകൊണ്ട് വണ്ടിക്കാരും നിർത്തണില്ല. അമ്മാന്റെ മോളായിരുന്നല്ലോ ഇവിടുത്തെ ഒരു അട്രാക്ഷൻ. എന്ത് പറ്റി അമ്മാന്? അമ്മാന്റെ ഒരു അളിയനുണ്ട്, പെങ്ങടെ കെട്ടിയവൻ, അവിടെ കാർ ഡ്രൈവർ പാക്കരേട്ടനെ. മൂപ്പര് ഇന്നലെ രാത്രി വണ്ടി ഇടിച്ച് ചത്തു. മരിച്ചു? ആള് കാലിയായെന്നേ. മുതലാളിയെ കൊണ്ട് എറണാകുളത്ത് പോയിട്ട് വരുന്ന വഴിയാ ഏതോ ലോറിയോ ബസ്സോ ആയിട്ട് ഇടിച്ചതാ. ആ ദുഷ്ടന്മാര് നിർത്താതെ പൊയ്ക്കോളാം. പാക്കരേട്ടൻ സ്പോട്ടിൽ തന്നെ പോയി. മുതലാളിക്ക് സീരിയസാ. മുതലാളിയുടെ കയ്യില് കുറേയേറെ പണം ഉണ്ടായിരുന്നു. അതിലൊരു 1.5 ലക്ഷം രൂപയും കാണാനില്ലത്രേ. ഇടിച്ച വണ്ടി ഏതാന്ന് ഒരു വിവരമില്ല. ആര് കാണാനാന്നേ? പാതിരാത്രി സമയം, അതും ജനവാസം ഇല്ലാത്ത സ്ഥലവും. പോലീസുകാര് കേസൊക്കെ എടുത്തിട്ടുണ്ട്. എവിടെ നിന്ന് കിട്ടാൻ? ആളിനാളും പോയി, പണത്തിന് പണവും പോയി. നല്ലൊരു മനുഷ്യനായിരുന്നു. ഭാസ്കരേട്ടൻ പോയിന്ന് വെച്ച് നീ ആരോരും ഇല്ലാത്തോളാം എന്ന് വിചാരിക്കണ്ട. ഇവിടുത്തെ കാര്യങ്ങള് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്ന് തിരക്കിക്കോളാം. പിന്നെ പരമുവിന്റെ അമ്മയുടെയും വീട് അത്ര ദൂരത്തൊന്നും അല്ലല്ലോ. വീട്ടിലാണെങ്കിൽ നളിനിയുടെ കല്യാണത്തിന്റെ തിരക്കാ. എല്ലാത്തിനും ഞാൻ തന്നെ ഓടണ്ടേ. അതാ ചെറിയച്ഛനെന്ന് പോണത്. നീ ഒന്നും പറയാതിരുന്ന മനസമാധാനത്തോടെ ഞാൻ എങ്ങനെ പോകും? ചെറിയച്ഛൻ പൊയ്ക്കോളൂ. ഞങ്ങൾ അടുത്ത ആഴ്ച വരാം മോളെ. പോട്ടെ. അപ്പൊ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. 4:30 ഒരു ട്രെയിൻ ഉണ്ട്. അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ ബസ്സിന് തൂങ്ങണം. അല്ല, പരമേട്ടനോട് ഉണ്ടാവുമല്ലോ. ഞങ്ങൾ അടുത്ത ആഴ്ച വരാം. പട്ടണ കത്തി തീർന്നില്ല. അതിനു മുമ്പേ പൊടിയും തട്ടി പോക്ക് കഴിഞ്ഞു. എല്ലാരുടെയും കടമ കഴിഞ്ഞല്ലോ. അടുത്ത ആഴ്ച വരുമ്പോലും തിരിഞ്ഞു നോക്കില്ല നാക്കികള്. എന്റെ അമ്മനെ ഒന്നും മിണ്ടാതിരിക്കാവോ? മിണ്ടിയാലെന്താ തലയെടുക്കൂ? അവരാ മെടുക്കന്മാര്. ഇവിടെ കടയം പൂട്ടി വന്ന് വെറ്റി കിടക്കാൻ തുടങ്ങിയിട്ട് ദിവസം 3 എല്ലാവരുടെ ഒപ്പം നമ്മളും പോയാൽ നാട്ടുകാരെന്ത് പറയും? നാട്ടുകാർക്ക് പറഞ്ഞാ മതി. ഒരു കടയുണ്ടാക്കി വണ്ടിക്കാരുടെ കച്ചവടം പിടിക്കാൻ ഞാൻ പെട്ട പാടെ എനിക്കേ അറിയൂ. തിരക്കാര് വണ്ടിക്കാര് വേറെ വല്ല കടയിലും ചെന്ന് കേറിയാ പിന്നെ തിരിച്ചു പിടിക്കാൻ പറ്റില്ല. എന്റെ കട പൂട്ടുന്നു. സീതയെ തനിച്ചാക്കിയിട്ട് നമ്മൾ എങ്ങനെ പോവും? എന്നാ നിങ്ങളൊരു രാമനെ തിരക്കി പിടിച്ചോണ്ട് വന്ന് കൊടുക്ക്. എനിക്ക് സീതയും രാമനും ഒന്നും അല്ല വലുത്, എന്റെ കച്ചവടമാ. നിങ്ങൾ വന്നാലും കൊള്ളാം, വന്നില്ലെങ്കിലും കൊള്ളാം. ഞാനും എന്റെ മോളും ഇന്ന് പോകും. ചടങ്ങുകളൊക്കെ കഴിഞ്ഞല്ലോ. ഇനിയും കടമുടക്കുന്ന എന്തിനാ? സഞ്ചയനത്തിന്റെ അമ്മാമി ഒന്ന് വന്നാ മതി. ഓണഞ്ഞങ്ങ് പോയാ പോരെ? ഈ വേണ്ടുന്നോ വേണ്ടാത്തില്ല ഇവിടെ ഇരുന്ന് വിളിച്ചു പോകുന്ന എന്തിനാ? എന്താ എന്റെ തല കൊയ്യോ? എവളുടെ അമ്മ എന്നോട് കാണിച്ച പോരൊന്നും ഞാൻ മറന്നിട്ടില്ല. എവക്ക് എന്നെ കണ്ട ഒന്ന് മിണ്ടാൻ തന്നെ വലിയ വലിപ്പമായിരുന്നു. ചത്തു തലയ്ക്കും ഇത് ദിക്കുകയാണെങ്കിലും പറയട്ടെ, നിങ്ങളുടെ അളിയൻ എന്റെ മുഖത്ത് നോക്കി വേശിയെന്ന് വിളിച്ചതാ. പക്ഷെ ഈ ആപത്തിലും ഈ വേശിയെ മോളും കെട്ടിയനെ ഉണ്ടായുള്ളൂ. മോലാളി അന്വേഷിച്ചു എന്ന് പറഞ്ഞു. നല്ല ലെവലിലാണല്ലോ.
മനസ്സും പോയി മുതലാളി. പേടിക്കാനൊന്നുമില്ലടാ. ഞാൻ വിശദമായിട്ട് അന്വേഷിച്ചു. ആർക്കും ഒരു അറിവുമില്ല. രക്ഷപ്പെട്ട ഒരാളുണ്ടല്ലോ, അയാൾക്കും അറിയില്ല. ലോറിയാണോ ബസ്സാണോ എന്ന് പോലും അറിയില്ല. ഏതായാലും ചെയ്തത് ബുദ്ധിയായി, അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഒരാളെ കൊന്നിട്ട് ഒരു കുടുംബം തകർത്തിട്ട് എവിടുന്ന് രക്ഷപ്പെടാനാ? നീ വെറുതെ കണ്ട കള്ളും ചാരാൻ കുറിച്ച് ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കണ്ട. ആ ചാപ്റ്റർ കഴിഞ്ഞു. വണ്ടിയുടെ പണിയൊക്കെ കഴിച്ചിട്ടുണ്ട്. നാളെ മുതൽ വണ്ടി എടുക്കണം. ഞാനില്ല, മുതലാളി വേറെ ആളിനെ നോക്കൂ. ഇനി ആ വണ്ടിയുടെ വളയം ഞാൻ തൊടില്ല. എന്നെ ചതിച്ച വണ്ടിയാത്. നീ വെറുതെ വിവരക്കേട് പറയല്ലേ ശ്രീധര. മോട്ടോർ വാഹനമാകുമ്പോ ഇതൊക്കെ പതിവാ. നല്ല വിവരത്തോടെയാ പറയണേ, കള്ളു കുടിച്ചിട്ട് പറയല്ല. മോട്ടാർ വാഹനം ഓടിക്കാൻ തുടങ്ങിയിട്ട് 14 കൊല്ലായി. ആദ്യമായിട്ടായത് ഈ ചതി. ഇനി എനിക്ക് ആ വണ്ടിയെ സ്നേഹിക്കാൻ പറ്റില്ല. മുതലാളിക്ക് വേറെ ഒന്നും തോന്നരുത്. ഞാൻ പെട്ടെന്ന് ഒരാളെ എവിടെ ചെന്നുണ്ടാക്കും? രവി ഉണ്ടല്ലോ, അവൻ വരും. നല്ല ആളാ രവി. അവന്റെ ചില ചില്ലറ അടിവലികളൊക്കെ ഞാൻ അറിയാഞ്ഞിട്ടല്ല. നിന്നെ ഓർത്ത് ഞാനതൊന്നും ചോദിക്കാറും പറയാറുമില്ല. ഒരു കാര്യം ചോദിച്ചാ നീ സത്യം പറയും. മുതലാളിയോട് ഞാൻ ഇതുവരെ കള്ളം പറഞ്ഞിട്ടില്ല. അന്ന് ആക്സിഡന്റ് ഉണ്ടായപ്പോ അവരുടെ പെട്ടിയിലുണ്ടായിരുന്ന 1 ലക്ഷം രൂപ കാണാനില്ല എന്ന് പറയുന്ന കേട്ടു. അതാരാടാ എടുത്തത്? എന്താ നീ മിണ്ടാത്തത്? എനിക്കറിയില്ല മുതലാളി. എന്നാ എനിക്കറിയാം. അത് അവനെ ചെയ്യും. ഞാനിത് പുറത്താരോടും പറയാൻ പോണില്ല. പറഞ്ഞാൽ ഞാനും കുടുങ്ങും. ഒരു കാര്യം നീ ഓർത്താക്കൊള്ളാം. നിനക്ക് ഈ വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. പക്ഷേ ഇനി നീ അവനെയും കൊണ്ട് നടക്കരുത്. നടന്നാ അവൻ നിന്റെ പണ്ടത്തി കത്തികയറ്റും. അത് എപ്പോഴേ കയറ്റി. പണ്ടത്തിനല്ല, ചങ്കിനാ കയറ്റിയ. ചങ്കിന്. രവി, നീ വിവരക്കേട് കാണിക്കരുത്. ഇത് ഒരുമിച്ച് ബാങ്ക് കൊണ്ടുപോയിട്ട അത് അപകട. കേസിന് എന്തെങ്കിലും തുമ്പുണ്ടായ പോലീസ് നിന്നെ പുഷ്പം പോലെ പൊക്കും. അച്ഛനെ നിന്നിട്ട് പോകാവോ? കരുനാക്കൊണ്ട് ഓരോന്ന് പറയുന്നു. എന്താ ചെയ്യണമെന്ന് എനിക്കറിയാം. അവന് വിവരവും ബോധവും ഒക്കെ ഉണ്ട്. ആ ഒരു ഉപദേശി. എടാ, സരസ്വതിക്ക് കൊടുക്കാനുള്ള രൂപ കൊടുത്ത് ആ ഭാരവും ഒഴിവാക്കാദ്യം. ആ ഭാരം അവിടെ കിടന്നോട്ടെ, അതിപ്പോ ഒഴിയണ്ട. ആദ്യം എന്റെ നിലനിൽപ്പ് നോക്കട്ടെ, എന്നിട്ട് മതി സരസ്വതി, ലക്ഷ്മി, മൂദേവിയൊക്കെ. കുറച്ച് കാശും കൂടി എങ്ങനെ ഉണ്ടാക്കാന്ന് ആലോചിച്ചാൽ വിഷമിക്കുമ്പോഴാ ഭാരം ഒഴിക്കല്. നിനക്കിപ്പോ എത്ര കാശ് വേണം? ദേ മേടിച്ചോ, എടുത്തു വെച്ചിട്ടുണ്ട്. അച്ഛൻ പോയി കിടന്നൊന്ന് ഉറങ്ങാവോ? ഞാൻ തമാശ പറയല്ല. നീ പറ, എത്ര കാശ് വേണം? ഇതിപ്പോ 1.20. ഒരു 10-15 രൂപ എന്റെ ഉണ്ട്. അപ്പം 1.35. ഒരു 50 രൂപ കിട്ടിയാ തരക്കേടില്ലാത്ത ഒരു സെക്കൻഡ് ഹാൻഡ് ലോറി എടുക്കാം. 50 മതിയോ? 1 ലക്ഷം തരാം. 1 ലക്ഷം? 1 ലക്ഷം. നിങ്ങക്ക് തലയ്ക്ക് വെളിവേടൊന്നുമില്ലല്ലോ. നല്ല വെളിവാ. അച്ഛൻ പറ. ആശാന്റെ മകളെ കെട്ടണമെങ്കിലേ 1 ലക്ഷം രൂപ തരണം എന്നങ്ങ് പറയണം. അങ്ങേരെ എവിടുന്ന് വരാനാ? തന്നില്ലെങ്കിൽ നമ്മൾ വേറെ പെണ്ണ് നോക്കും. 1 അല്ല 2 3 ലക്ഷം ഞാൻ മേടിച്ചു തരും. പക്ഷേ പെണ്ണ് കറുത്തതാണോ വെളുത്തതാണോ ഞൊണ്ടിയാണോ പാണ്ടിയാണോ എന്നൊന്നും നോക്കരുത്. എന്താ? ഇതിപ്പോ കാളച്ചന്തയില് കാളയ്ക്ക് വില പറയണ പോലെ ആയാലും പപ്പനാവാ. അല്ല, അതിപ്പോ ഞങ്ങൾക്ക് വേറെ ഓഫറുകളുണ്ടേ. കഴിഞ്ഞ ദിവസം പട്ടിക്കാട്ടുന്ന ഒരു ആലോചന വന്നു. 2 രൂപയും 25 പവനാ പറഞ്ഞത്. ഉടനെ ഉറപ്പിക്കാരുന്നില്ല കച്ചവടം. പാടില്ലല്ലോ, ഒരിക്കലും പാടില്ല. നമുക്ക് കാശിന് ഇത്ര ബുദ്ധിമുട്ടുണ്ട്, എന്നാൽ ഒരു അന്തസ് അത് മുറുകെ പിടിക്കും. എന്തേ? തറവാട്ടുകാർക്ക് വാക്ക് തന്നെയാ. തറവാട്ട് മഹിമ കാശ് കൊടുത്താ കിട്ടില്ല. കിട്ടുവോ? ഇല്ല, കിട്ടില്ല. കാശ് കൊടുത്താലും കാശ് വാങ്ങിയാലും കിട്ടില്ല. ആശാന്റെ മോളുടെ കാര്യം ആലോചിക്കാന്ന് നമ്മൾ തമ്മിലൊരു വാക്കുണ്ട്. ഈ ആലോചന കഴിഞ്ഞിട്ട് വേറൊരു ആലോചനയെ കുറിച്ച് ആലോചിക്കൂ. അത് വേറെ കാര്യം. അന്ന് വന്നപ്പോ നിങ്ങൾ ഈ ലക്ഷങ്ങളുടെ കണക്കൊന്നും പറഞ്ഞില്ലല്ലോ. സോറി, അത് അന്നത്തെ കാര്യം. ഇത് ഇന്നത്തെ കാര്യം. ഇന്റെ മോനായിട്ട് ഞാൻ പറയല്ല. അവന്റെ കയ്യിലുണ്ടല്ലോ ലക്ഷങ്ങളുടെ സമ്പാദ്യമുണ്ട്. ഇപ്പൊ ഇത് ലോറി വാങ്ങാൻ പോവാ. പിന്നെ ഈ ലോറി ഡ്രൈവർമാരുടെ വൃത്തികെട്ട സ്വഭാവം ഇല്ല. വീടുകളിയില്ല, കള്ളുകുടിയില്ല, ചീട്ടുകളിയില്ല. സ്വഭാവമായൊക്കെ എനിക്കറിയാം. ഇതുകൊണ്ടൊന്നല്ല ഞാനിത് ആലോചിച്ചത്.
നിങ്ങളുടെ മോനുമായിട്ട് ഇഷ്ടത്തിലായിപ്പോയി. അതുകൊണ്ടാ. ആയിക്കോട്ടെ, അവരെ സ്നേഹിക്കട്ടെ. അതുകൊണ്ട് ഞങ്ങൾ നഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ. കൂടുതലൊന്നും ചോദിച്ചിട്ടില്ല, ഇത് കിട്ടണം. ഇത്രയും വലിയൊരു തുക ഞാൻ വിചാരിച്ചാൽ നടക്കില്ല. ഈ വീടും പറമ്പ് എഴുതി കൊടുക്കാം, അല്ലാതെ എനിക്ക് ഒരു നിവൃത്തിയില്ല. അപ്പോ ഞങ്ങൾക്കിത് ശരിക്കൊന്ന് ആലോചിക്കേണ്ടി വരും. പപ്പനാവ, ഇത് നടക്കാതിരിക്കരുത്. എനിക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഒന്നും ആ, ആലോചിക്കട്ടെ. ശ്രീധരേട്ടാ, നീ എന്താ ഇവിടെ? എനിക്കെന്താ ഇങ്ങോട്ട് വരാൻ പാടില്ലേ? കുഴൽമന്നത്തുനിന്ന് ഇവിടെ വരെ അമേരിക്കയിൽ പോണ ദൂരമൊന്നുമില്ലല്ലോ. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ഞാൻ വന്നത് കുറച്ചിലായോ? എനിക്ക് കാണണമെന്ന് തോന്നി, അതുകൊണ്ട് വന്നു. എന്റെ ഈ കാശൊന്നുമില്ലേ? അതിനിപ്പോ ആരാ കാശ് ചോദിച്ചത്? ഞാൻ വെറുതെ വന്നതാ. ഇന്നലെ വണ്ടി ഇടിച്ച് കിടക്കണമെന്ന് സ്വപ്നം കണ്ടു. 1.5 ആഴ്ചയായിട്ട് ആ വഴിക്കൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ എന്താ, പണിക്കൊന്നും പോണില്ലേ? ഇല്ല, ഞാൻ ആ മോലാളിയായിട്ട് പറഞ്ഞെന്ന് ഇളഞ്ഞു. താക്കോൽ അയാളുടെ മോന്തയ്ക്ക് എറിഞ്ഞു കൊടുത്തിട്ട് ഞാൻ ഇങ്ങ് പോകും. എങ്കിൽ പിന്നെ വേറെ വണ്ടിയിൽ നോക്കണം. ആ, നോക്കണം. 3-4 ദിവസം കഴിയട്ടെ. 3-4 ദിവസം കഴിഞ്ഞ് ആരെങ്കിലും ജോലി ഇങ്ങോട്ട് കൊണ്ടുതരുമോ? അന്വേഷിക്കണം. അന്വേഷിക്കണം. ഞാനൊരു ജോലി ശരിയാക്കട്ടെ. ആ പണിയാണോ? ശ്ശോ, ഇങ്ങനൊരു മനുഷ്യൻ. ഞാൻ പറഞ്ഞാലും കേൾക്കണ മുതലാളിമാരൊക്കെ ഉണ്ട്. കുഴൽമന്നത്തൊരു തോമസ് മുതലാളിയുണ്ട്. 3-4 വണ്ടിയുള്ള ആളാ. എനിക്ക് വേണ്ടായേ നിന്റെ തോമാസ് മുതലാളിയുടെ പണി. ഓ, വീടും കുടിയൊക്കെ ഈ മുറി തന്നെയാ? കുഞ്ഞാലിക്ക് എന്തിയെ? നാട്ടിൽ പോയി. കുഞ്ഞാലിക്ക് ഈ വണ്ടി കളയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ എന്റെ കൂടെ പണിക്ക് പോന്നുള്ളൂ. അപ്പൊ രവിയോ? ആ, എനിക്കറിഞ്ഞൂടാ. ആ ചെക്കൻ ആളത്ര ശരിയല്ല കേട്ടോ. കാണുമ്പോഴേ അറിയാം അഴുക്ക്. ഓ, നീ ശീലാവതി. ഓ, ഇഷ്ടമല്ലെങ്കിൽ പറഞ്ഞു, ഞാനിങ്ങ് പൊക്കോളാം. ആ, വേഗം പോയിക്കോ. നാട്ടുകാരെ കൊണ്ടൊന്നും പറയിക്കാതെ. മിഠായി വേണോ? മോന് വാങ്ങിയതാ, ഒരെണ്ണം തരാം. ഒന്ന് പോയി തരാമോ? ഇത് വലിയ ശല്യമായല്ലോ. ശ്രീധര, നീ അങ്ങോട്ടൊന്നും തിരിഞ്ഞു നോക്കണില്ലല്ലോ. എന്താ എനിക്ക് പറ്റിയേ? ഒന്നുമില്ല, നല്ല സുഖമില്ലായിരുന്നു. ഒരു നീരുവീഴ്ച പനി. ഇന്നങ്ങോട്ട് വരാതിരിക്കായിരുന്നു ഞാൻ. നീ ഒന്ന് വാ വീട്ടിലേക്ക്. എനിക്ക് അങ്ങോട്ട് ചത്താ മതി. രാധയുടെ കരച്ചിലും വിഷമം കാണാൻ വയ്യേ. എന്താ ശനകാരി? രവിയുടെ അച്ഛൻ വന്നിരുന്നു. അവർക്ക് പെണ്ണിനെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, 1 ലക്ഷം ഉറുപ്പ്യ കിട്ടിയാൽ മതി. ഞാനിത് എവിടെ നിർത്തി കൊടുക്കും? ഈ കല്യാണം നടക്കില്ല ശ്രീധര. എന്ന് അവൻ പറഞ്ഞോ? അവൻ പറഞ്ഞു വിട്ടിട്ടായിരിക്കുമല്ലോ അവന്റെ തന്ത വന്നത്. കേട്ടത് ശരിയാണോ രവി? നുണയൊന്നുമല്ല. ഒരു ലോറി നോക്കുന്നുണ്ട്. അതിനൊത്തിരി കാശ് വേണ്ടേ? ഹേയ്, ലോറി വെറുതെ കിട്ടും, ഫ്രീ. എന്റെ മൊയ്തൂട്ടി, കാശ് കൊടുക്കാതെ ആരെങ്കിലും തരുമോ? അതിന് നിന്റെ എവിടുന്ന കാശ്? അമ്മയുടെ ഭാഗത്തിൽ കുറച്ച് സ്ഥലം കിട്ടിയത് വിറ്റു. പിന്നെ 3-4 കൊല്ലാടി എല്ലു മുറിയെ പണിയെടുക്കുന്നുണ്ടേ. ശ്രീധരനെ ചായല്ലേ? വേണ്ട, എന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്ത് കാര്യം? പറയാം, പുറത്തോട്ടോ. നിന്റെ അച്ഛനെ ആശാന്റെ അടുത്ത് പറഞ്ഞു വിട്ടിരുന്നു. കാശിന്റെ കാര്യം പറയാൻ തന്നെയാ. ചുളുവിൽ അങ്ങനെ കാര്യം നടത്താന്ന് ആശാൻ വിചാരിക്കണ്ട. ഇത്രയും നാൾ നീ അവളെ പറഞ്ഞു വാക്കി ചുളുവി കാര്യം സാധിച്ചോടാ? അത് എന്റെ മിടുക്ക്, അല്ലെങ്കിൽ അവളുടെ സ്വഭാവത്തിന് ഗുണം. രവി, കയ്യിലിരിക്കുന്ന കാശിന്റെ ഹുങ്ക് പറയരുത്. അതെങ്ങനെ കിട്ടിയതാണെന്ന് നമുക്ക് 2 പേർക്കും അറിയാം. രാധ, അവളൊരു പാവാണ്. അവളെ നീ ഉപേക്ഷിക്കരുത്. പാവത്തരൊന്നും എന്നോട് പറയണ്ട. ഞാൻ മണ്ടറൊന്നുമല്ല. ശ്രീധരേട്ടൻ രാവും പകലും ഇല്ലാണ്ട് അവിടെ കയറി ഇറങ്ങുന്നില്ലേ? എനിക്ക് വേണ്ടി കഥ തുറന്നതാണെങ്കിൽ അവൾ ആർക്ക് വേണ്ടിയും തുറക്കും. എന്നിട്ട് എന്റെ തല കെട്ടി വെക്കണം അല്ലേ?
പോയി പള്ളി പറഞ്ഞാ മതി. ഇക്കണ്ട കാലം അത്രയും ആശാന്റെ മോളെ വെച്ച് നടന്നിട്ട് ഇപ്പൊ ഞാനവളെ കെട്ടണമെന്ന്. നിന്റെ അച്ഛനെന്നാ ഞാനാണ് നിന്റെ പട്ടിയോ? സംശയമില്ലാത്തരം പറഞ്ഞാൽ നിന്നെ കൊല്ലടാ പന്നി. നീ എന്നെ ഒലത്തും പോടാ. അവളെ ചതിച്ചിട്ട് നീ സൂചിച്ച് ജീവിക്കലടാ. ഞാൻ നിന്നെ ജീവിപ്പിക്കല. ചോണയുണ്ടെങ്കിൽ നോക്കൂ, നിന്റെ മുന്നിൽ രവി ആണുങ്ങളെ പോലെ ജീവിക്കും. അല്ലെങ്കിൽ ഈ രോമം പിടിച്ച് അതിന്റെ വരൂ. വിടാൻ വിടാൻ. യുവതി വിഷം കഴിച്ചു മരിച്ചു. തക്ക കാരണം കാണും. അങ്കമാലി ആഗസ്റ്റ് 11. അങ്കമാലിക്കടുത്ത് തുറവൂരിൽ ആഞ്ഞിലിമറ്റത്തിൽ കുഞ്ഞികൃഷ്ണന്റെ മകൾ ദേവയാനി 20 വയസ്സേ ഉള്ളൂ. വിഷം കഴിച്ചു മരിച്ചു. കഴിഞ്ഞ ഏതാനും വർഷമായി സുരേഷ് എന്ന യുവാവുമായി യുവതി പ്രേമത്തിലായിരുന്നു എന്ന് പറയപ്പെടുന്നു. സുരേഷ് ഈയിടെയാണ് വിവാഹിതനായത്. സ്വലേ ബലബലേ. കഷ്ടം, വെറും 20 വയസ്സ്. യോഗമില്ല. പശുക്കുട്ടിക്ക് 2 തല. പാലക്കാട്ടേക്കുള്ള അടുത്ത വണ്ടി എപ്പോഴാ? പത്മനാഭ നീനെ പോയോ? ഇല്ല, വരേണ്ട സമയം ആവണേ ഉള്ളൂ. എവിടുന്ന് വരുന്നു? ഇവിടെ എവിടെ വന്നതാ? ഡ്രൈവർ ശ്രീധരനില്ലേ, അയാളെ കാണാൻ വന്നതാ. അവന്റെ ആരാ? ആരുമല്ല, പണിക്ക് വിളിക്കാൻ വന്നതാ. മുതലാളിക്ക് 3-4 ലോറി ഉണ്ട്. അപ്പൊ അവൻ ദിവാര മുതലാളി അടുത്തുനിന്ന് പോന്നോ? പിന്നെ അതറിഞ്ഞില്ലേ? ഒടക്കിയാ പിരിഞ്ഞത്. എന്നിട്ട് വരാമെന്ന് പറഞ്ഞോ? ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. ഗോവിന്ദനാശാനെയും മോളെയും ചിലപ്പോ കൂടെ കൊണ്ടുപോയിരിക്കും. അല്ലേ കേശവ? കുഴൽ മന്നത്തൂന്ന് വേണമെങ്കിൽ രാത്രി വരാമല്ലോ. എന്നിട്ട് ഇപ്പൊ എന്ത് തീരുമാനിച്ച്? കോയൽമന്നത്തെ പണിക്ക് പോണോ ഇല്ലേ? ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഇനി ഇവിടെ കിടന്ന് തല്ലും തലങ്ങളും ഉണ്ടാക്കാനാണോ പരിപാടി? അവനെ ഞാൻ വെറുതെ വിടാൻ പോണില്ല. വേണ്ട. ഇപ്പൊ അത് സൂചി എടുക്കണ പഴുതേ ഉള്ളൂ. ഇതേത് തൂമ്പാക്കായി എടുക്കണ പരിവാക്കണോ? നിങ്ങൾക്ക് തലക്ക് വല്ല വട്ടുണ്ടോ? ഇനി ആ പ്രശ്നം വിടാനായിട്ടില്ലേ? തന്തയില്ലാത്തരം കാണിച്ചതും പോരാ, ആ തെണ്ടി അവന്റെ തന്തയും പറഞ്ഞു നടക്കുന്നത് എന്താണെന്ന് അറിയാം നിനക്ക്? രാധയെ വെച്ചോണ്ടിരിക്കുന്നത് ഞാനാണെന്ന്. നാട്ടുകാർക്ക് നല്ല നേരം പോക്കായി. നാക്കിന്റെ ചൊറിച്ചില് മാറുമല്ലോ. ഇതൊക്കെ കേട്ട് ഞാൻ കയ്യും കെട്ടി മിണ്ടാണ്ടിരിക്കണം എന്നാ നീ പറയുന്നത്? നിങ്ങൾ നടന്നു പറഞ്ഞോ. ഞാനല്ല ആംക്കാൻ ആശാന്റെ മോളെ പേടിപ്പിച്ചത്. ഞാൻ പുളിച്ച തെറിയും വിളിച്ചു പറയാം കേട്ടോ. അപ്പൊ പിന്നെ എന്താ നിങ്ങൾ ചെയ്യാൻ പോണേ? ഓനെ തല്ലി ചമ്മന്തിയാക്കും, അല്ലെങ്കിൽ കൊന്ന് ജയിലിൽ പോകും. അതുകൊണ്ട് തീരെ പ്രശ്നം. ഈ പ്രശ്നം എത്ര നാറ്റിച്ച നിങ്ങളാ? ഞാനോ? പിന്നെ അല്ലാതെ ഈ അങ്ങാടി കയറുന്ന പട്ടികളെ പോലെ കടിച്ചു കയറി നാട്ടുകാരെ മുഴുവൻ അറിയിച്ചില്ലേ? ഇത് തല്ലി തീർക്കേണ്ട കാര്യ. നിങ്ങൾക്ക് പിന്നെ മുന്നും പിന്നും നോക്കണ്ടല്ലോ. കൈത്തരിപ്പ് മാറാതെ തല്ലിയാ മതിയല്ലോ. ചീത്തപ്പേര് മുഴുവൻ ആർക്കാ? ആശാനും നോക്കൂ. ആ പെണ്ണിന്റെ ജീവിതം മുട്ടിയോ? ഇനി അത്ര പെട്ടെന്ന് ഒരു ചെക്കനോൾ ആലോചിച്ച് വരൂ. എന്താ ഒന്നും ഉണ്ടാത്തേ? തമ്മിൽ തല്ലാൻ ആർക്കും കഴിയും. കൈക്ക് ഉറപ്പുണ്ടായാൽ മതി. കുടുംബത്തെ പ്രശ്നം തീർക്കാനേ ഇത് പോരാ. അവൻ പറഞ്ഞു നടക്കുന്നതൊക്കെ കേട്ടോ ആശാൻ? കേക്കുന്നുണ്ട്.
രണ്ട് ചെവി ഉണ്ടായി പോയില്ലേ? പറയട്ടെ, എന്ത് വേണമെങ്കിലും പറയട്ടെ. രാധ അനുഭവിക്കട്ടെ. നമ്മളാരും പറഞ്ഞിട്ടല്ലോ, അവള് തന്നെ കണ്ടുപിടിച്ചല്ലേ. പണ്ട് അവളുടെ കണ്ണീര് കണ്ട വിഷമായിരുന്നു. ഇപ്പൊ എത്ര കണ്ടാലും ഒരു വിഷമവുമില്ല. കണ്ട് ശീലായി. ഈ ഡോക്ടർമാര് പറയണതൊക്കെ വെറുതെ ആണെന്ന് ഇപ്പൊ മനസ്സിലായോ നിനക്ക്? ഭക്ഷണത്തിന് പഥ്യം, ദേഹം അനങ്ങരുത്, മനസ്സ് വിഷമിക്കരുതെന്നൊക്കെ പറഞ്ഞില്ലേ അന്ന്? ഒക്കെ നുണയാ. അല്ലെങ്കിൽ എപ്പോഴേ കഴിഞ്ഞനെ എന്റെ കാര്യം. ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു എന്റെ ഈശ്വര. ആശാനെ, ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? നീ ഇതൊന്നും ശ്രദ്ധിക്കണ്ട. എവിടെ ഒരു പണി ശരിയാണെന്ന് പറഞ്ഞില്ലേ? പോയി പണിയെടുത്ത് സ്വന്തം കാര്യം നോക്ക്. ഇതൊന്നും കാണാനും കേൾക്കാനും ഇങ്ങോട്ട് വരണ്ട. ഞാൻ രാധയെ കല്യാണം കഴിക്കട്ടെ ആശാനെ, അല്ലാതെ ഈ മാനക്കേട് മാറില്ല. അച്ഛാ വേണ്ട, അത് വേണ്ട, ഞാൻ സമ്മതിക്കില്ല. ഏട്ടൻ മറ്റൊന്നും മോഹിച്ചിട്ടല്ല. അറിയാം, അച്ഛനോടുള്ള കടമ അല്ലേ? പക്ഷെ എനിക്കതിന് കഴിയില്ല ശ്രീധരേട്ട. ഒരിക്കലും ശ്രീധരേട്ടന് ചേർന്ന പെണ്ണല്ല ഞാൻ. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഞാൻ ശ്രീധരേട്ട ഈ വിഴുപ്പ് ചുമക്കണ്ട. എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഞാൻ. വേണ്ട, എനിക്കിതൊരു ശിക്ഷയാണ്. ശ്രീധരേട്ടൻ എന്റെ ഏട്ടനായിട്ട് തന്നെ ഇരുന്നാ മതി. ദേവി, ഇനി വരുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറ, അവന്റെ കൈയും കാലും കെട്ടി നിന്റെ മുന്നിൽ കൊണ്ടുവന്നിടാം. വേണ്ട ശ്രീധരേട്ട, അയാൾ സുഖിക്കട്ടെ, ലോറിയും പണവും ഉണ്ടാക്കി സുഖമായി ജീവിക്കട്ടെ.